വീണ്ടും ഒരു പെസഹ തിരുനാൾ ആഗതമാകുകയാണ്. ഒരുപാട് പെസഹകൾ കടന്നു പോയിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിലൂടെ അല്ലേ. ഈ പെസഹ നമ്മളെ ക്ഷണിക്കുകയാണ്. ആദ്യമായി ഈ പെസഹ തിരുനാൾ നമ്മളെ ഓർമ്മപ്പെടുത്തും. വെച്ച് വിളമ്പുന്ന മുറിച്ച് വിളമ്പുന്ന ഈ വിരുന്നു മേശയിലേക്ക് ഒരു വിരുന്നുകാരനല്ല കേട്ടോ, വിരുന്നൊരുക്കുന്ന നിന്നെയാണ് ഈ പെസഹ ക്രിസ്തു ക്ഷണിക്കുന്നത്. നമ്മളൊക്കെ ഒരുപാട് വിരുന്നുകൾക്ക് പോയിട്ടുണ്ടല്ലേ. ഇപ്പോൾ ഒക്കെ ആകുമ്പോൾ എല്ലാം ഹൈടെക് വിരുന്നുകളാണ്. നമ്മളെ ഹോളിലൊക്കെ ചെല്ലുമ്പോൾ ഇങ്ങനെ ഒരുപാട് സ്റ്റാർട്ടേഴ്സ് ഇങ്ങനെ കാണും, ജ്യൂസുകൾ, സ്റ്റാർട്ടേഴ്സ്. നമ്മളൊരു വിരുന്നുകാരൻ്റെ വസ്ത്രമൊക്കെ ധരിച്ച് അവിടെ ചെന്ന് അതൊക്കെ ഒന്ന് സ്റ്റാർട്ടേഴ്സും ജ്യൂസും ക്ഷണിച്ച് ഒരു പൊടി ഭക്ഷണം കഴിച്ച് എന്നാലും ഓക്കെ കേട്ടോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സാന്നിധ്യമൊക്കെ കാണിച്ച് നമ്മൾ വീണ്ടും നമ്മുടെ തിരക്കുകളിലേക്ക് പോകും. ഒരു വിരുന്നിൻ്റെ സ്വഭാവം അങ്ങനെയായിപ്പോയി. പക്ഷേ ഈ പെസഹ പറയാണ്, ഒരു വിരുന്നുകാരൻ്റെ വസ്ത്രമല്ല കേട്ടോ, ഒരു വിരുന്നൊരുക്കുന്നവൻ്റെ വസ്ത്രമാണ് ഈ പെസഹായിൽ ക്രിസ്തു നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. രണ്ടാമതായിട്ട് ഈ പെസഹ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്, അഴകുള്ള പാദത്തേക്കാളും സുഗന്ധമുള്ളൊരു ഹൃദയം വേണം. ലാസറിൻ്റെ ഭവനത്തിൽ ചെല്ലുമ്പോഴൊക്കെ ഈശോയുടെ പാദത്തിൽ ഒഴുക്കുന്ന ഒരു സുഗന്ധ തൈലത്തെക്കുറിച്ച് പറയുന്നുണ്ട്. തിരുവചന സുവിശേഷങ്ങൾ ഇങ്ങനെ മാറിപ്പറയുമ്പോൾ പറയും, പാപിനിയായ സ്ത്രീയും ഈശോയുടെ പാദത്തിലിരുന്ന് നല്ല വിലപിടിപ്പുള്ള നാർദീൻ തൈലമൊക്കെ ഈശോയുടെ പാദത്തിൽ ഒഴിക്കുന്നതിനേക്കാളും മുമ്പ് കണ്ണീരൊഴുക്കി ഈശോയുടെ പാദങ്ങൾ കഴുകി തലമുടി കൊണ്ട് തുടച്ച് ആ സുഗന്ധം അവിടെ ഒഴിക്കുമ്പോൾ അത് ക്രിസ്തുവിൻ്റെ സ്നേഹം കൊണ്ടും ആ സുഗന്ധത്തിൻ്റെ വലിയ സൗരഭ്യം കൊണ്ടൊക്കെ ആ വീട് മാത്രമല്ല ആ പ്രദേശം മുഴുവൻ സുഗന്ധമായി. നമ്മൾ പെസഹാക്കി മാത്രമല്ല, നമ്മുടെ എല്ലാ ദിവസമൊക്കെ കുളിക്കുമ്പോൾ കാലൊക്കെ നല്ലോണം ഉരച്ചിങ്ങോട്ട് കഴുകുമല്ലേ. പ്രത്യേകിച്ചും പെസഹ തിരുനാളിനൊക്കെ വരുമ്പോൾ ശിഷ്യന്മാരാകാൻ ഒരുങ്ങുന്നവരും നമ്മളൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കും. കാലൊക്കെ നല്ലോണം കഴുകി ഉരച്ച് അഴുക്കില്ലാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കും. ചിലപ്പോൾ നമ്മൾ കുറേ കൂടി ഒരു സൗന്ദര്യം ഉണ്ടാകാൻ ബ്യൂട്ടി പാർലറിലൊക്കെ പോയി പെഡിക്യൂർ ചെയ്യുന്നവരൊക്കെ ഉണ്ട്. കാലും കൈയും ഒക്കെ മുഖമൊക്കെ മനോഹരാക്കാൻ. ദിവസം പറയുകയാണ്, അഴകുള്ള പാദത്തേക്കാളും ഒരു സുഗന്ധമുള്ള ഹൃദയം വേണം. ബാഹ്യമായ സൗന്ദര്യമൊക്കെ ദൈവത്തിൻ്റെ ദാനമാണ്. പക്ഷേ ആന്തരികമായൊരു സൗന്ദര്യം അത് ദാനം മാത്രമല്ല, വരങ്ങൾ പോലെ നമ്മൾ ചോദിച്ചു വാങ്ങേണ്ട വലിയ കൃപയാണെന്ന് ഈ പെസഹ നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. മൂന്നാമതായിട്ട് കാല് കഴുകുമ്പോഴും കാൽ ഇടറാത്തൊരു വിശ്വാസം നമുക്കുണ്ടാകണം. നമ്മൾ ഓർക്കണം, ഒരുപാട് ശിഷ്യന്മാരൊക്കെ കൂടെയുണ്ടായി. വീണ്ടും ഇങ്ങനെ കുരിശിൻ്റെ വഴിയിലേക്ക് പോകുമ്പോൾ ഓടി മറഞ്ഞവരൊക്കെയുണ്ട്. ഞങ്ങളുടെ വിശ്വാസ ജീവിതത്തിലൊക്കെ പ്രയാസ പ്രതിസന്ധികളൊക്കെ വരുമ്പോൾ ഓടി മറഞ്ഞവരൊക്കെ ആയിരിക്കാം. പക്ഷെ തിരികെ വരുന്ന ഒരു തോമാസ് ലീഹായുണ്ട്. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് പ്രഘോഷിക്കുന്ന, ഹൃദയം തൊട്ട് വിശ്വാസം ഏറ്റുപറയുന്ന ഒരു തോമാസ് ലീഹായുണ്ട്. ഈ പെസഹായി നമ്മളെ ക്ഷണിക്കുകയാണ്. ഞങ്ങളുടെ ജീവിതത്തിലൊക്കെ പലപ്പോഴൊക്കെ കാലുകൾ ഇടറിപ്പോയിട്ടുണ്ട്. എങ്കിലും വിശ്വാസത്തിൽ ആഴപ്പെടാൻ, വിശ്വാസത്തിൽ അനുഭവങ്ങൾക്ക് ജന്മം നൽകാൻ ഈ പെസഹ നമ്മളെ ക്ഷണിക്കുകയാണ്. ദൈവാനുഭവത്തിൻ്റെ വിരുന്നു മേശയിൽ, ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടി വിരുന്നൊരുക്കിയപ്പോൾ അങ്ങയുടെ മുറിവിൻ്റെ 1000 അയൽപക്കത്ത് വരില്ല. പക്ഷെ ഞങ്ങളുടെ ജീവിതത്തിലെ മുറിവുകളൊക്കെ ഞങ്ങൾ ചേർത്ത് പിടിച്ചതുകൊണ്ടല്ലേ, നല്ല മനസ്സോടെ ഹൃദയത്തോടെ സ്വീകരിച്ചത് കൊണ്ടല്ലേ ഒരു വിരുന്നുകാരനല്ലാതെ ഒരു വിരുന്നൊരുക്കുന്നവനായിട്ട് പെസഹായിൽ ഞങ്ങളെ കൂടി ചേർത്തത്. ദൈവമേ, ഈ കടന്നുപോകുന്ന ദിവസം ഞങ്ങളുടെ ജീവിതങ്ങളുടെ വിരുന്നു മേശകളിലെ വിരുന്നൊരുക്കുന്നവന് അനുഭവങ്ങൾ നൽകി ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ.